പ്രശസ്ത സുവിശേഷ പ്രഘോഷകനായ ഫ്രാങ്ക്ലിൻ ഗ്രഹാമുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബുധനാഴ്ച ജെറുസലേമിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇസ്രായേലിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന്റെ സന്ദർശനത്തിന് ബെഞ്ചമിൻ നെതന്യാഹു നന്ദി അറിയിച്ചു. ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. അത് തങ്ങൾക്ക് വളരെയധികം ശക്തിയും പ്രോത്സാഹനവും നൽകുന്നു. ഇന്ന് ലോകം രണ്ട് ശക്തികളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഹമാസ് ഭീകരതയ്ക്കെതിരെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരും ഹമാസ് ഭീകരതയെ പിന്തുണയ്ക്കുന്നവരും. I have to say that the world today appears to be divided by two forces. Those who support Israel and its just fight against Hamas terrorism, and those who support Hamas terrorism. ഇസ്രായേൽ നീതിയുക്തമായ യുദ്ധം ചെയ്യുന്നു, അന്താരാഷ്ട്ര നിയമമനുസരിച്ച് പോരാടുന്നു, സാധാരണക്കാരുടെ മരണങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നു, തീവ്രവാദികളെ വേരോടെ പിഴുതെറിയാൻ ശ്രമിക്കുന്നു. ഇത് നമ്മുടെ പൊതുയുദ്ധമാണെന്നും ക്രൂരതയ്ക്കെതിരായ പരിഷ്കൃത സമൂഹത്തിന്റെ പോരാട്ടമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ലോകമെമ്പാടുമുള്ള അനേകം ക്രൈസ്തവ സുഹൃത്തുക്കളെപ്പോലെ നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്നവരോടൊപ്പം ഞങ്ങൾ നിലകൊള്ളുന്നു എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ഫ്രാങ്ക്ലിൻ ഗ്രഹാമുമായുള്ള സംഭാഷണമധ്യേ പറഞ്ഞു. ഹമാസ് ഭീകരർ ഒക്ടോബർ 7 നടത്തിയ ഭീകരാക്രമണത്തിൽ തകർന്ന തെക്കൻ ഇസ്രായേലിലെ കിബൂട്സിൽ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്താൻ എത്തിയതായിരുന്നു ബില്ലി ഗ്രഹാം. ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷന്റെയും സമരിറ്റൻസ് പേഴ്സ് സംഘടനയുടെയും സിഇഒ കൂടിയായ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഹമാസിന്റെ പ്രവർത്തനങ്ങളെ തിന്മയെന്നും പൈശാചികമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഫ്രാങ്ക്ലിൻ ഗ്രഹാം വിശേഷിപ്പിച്ചത്. They took old people, they took young people, they took babies as hostages. Like a hand grenade right here on the floor. And you see where it blew up. And then it throws a shrapnel this direction and this direction. It's just evil. It's demonic as to what took place. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാനും പ്രാർത്ഥിക്കാനും സാധിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്നും പറഞ്ഞ ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പ്രാർത്ഥന ആവശ്യമാണെന്നും 1200 പേർ കൊല്ലപ്പെടുകയും 240-ലധികം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ബന്ദികളാക്കപ്പെടുകയും ചെയ്ത ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ രാജ്യത്തിന്റെ ജനനത്തിന് ശേഷമുള്ള ഏറ്റവും പ്രയാസകരമായ സമയമാണ് അദ്ദേഹം അഭിമുഖീകരിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. സമരിറ്റൻസ് പേഴ്സ് സംഘടന 21 ആംബുലൻസുകൾ ഇസ്രായേലിന് സംഭാവനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു.